ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യത്തെ നിങ്ങൾ മറ്റൊരു രീതിയിൽ ഇതിനെ വളച്ചൊടിക്കരുത്. എന്താണോ ഞാൻ പറയുന്നത് അതേ രീതിയിൽ അതിനെ നിങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ എൻ്റെ ഓരോ വീഡിയോയിലും ഞാൻ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഞാൻ എന്തുദ്ദേശത്തിലാണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാർ വരണം, അനാവശ്യമായ കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ നിന്ന് മാറണം, നമ്മൾക്ക് പ്രണയമുണ്ടാവണം, ഏറ്റവും സമൂഹത്തിന് ഉപകരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നമ്മൾ മാറണം, എന്നാലും നമ്മളെ മക്കൾ നല്ല മക്കളായിട്ട് വളരൂ എന്നതാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ ഒരിക്കൽ നിങ്ങൾ വളച്ചു കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. കാരണം ഇനി മുതൽ ഞാൻ പറയാൻ പോകുന്ന വീഡിയോസിൽ ചില തിരുത്തലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമാണ് എന്ന രീതിയിലായിരിക്കും. അത് വളരെ കൃത്യമായിട്ട് ഞാൻ സ്പെസിഫിക്കായി സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കത് മാറ്റേണ്ടി വരും. അപ്പോൾ ചിലപ്പം അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആൾക്കാർ എൻ്റെ വീഡിയോ കേൾക്കുന്നവരുണ്ടാവാം. അവരോട് എനിക്ക് പറയാനുള്ളത്, ഒന്ന് ചിന്തിക്കുക, മനസ്സിലാക്കുക, വിവേകത്തോടെ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മക്കൾ എന്ന ആ ഒരു ലോകത്തെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവരാണെങ്കിൽ തിരുത്താൻ തയ്യാറാവുക. ഏറ്റവും നല്ല ജീവിതം നിങ്ങൾ നേടിയെടുക്കാൻ തയ്യാറാവുക. അല്ലാതെ നമ്മുടെ പണ്ടത്തെ ആൾക്കാരുണ്ടാക്കി വെച്ച അനാവശ്യമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർ ചെയ്ത അതേ സാധനം നമ്മളും തുടർന്ന് അതുപോലെ ചെയ്തു പോകുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണ്ട് ജീവിച്ച അച്ഛനും അമ്മയുമല്ല നിങ്ങൾ രണ്ടുപേരും. കാലം ഒരുപാട് മാറി. പണ്ടത്തെക്കാൾ കൂടുതൽ ഡിവോഴ്സിൻ്റെ എണ്ണം കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, പണ്ട് അമ്മമാർ സഹിച്ച പോലെ പെൺകുട്ടികളൊന്നും സഹിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഇതൊരു ഫാക്റ്റാണ്, സത്യമാണ്. അതുകൊണ്ട് മാറ്റത്തിനനുസരിച്ച് മാറി, എന്നാൽ മാറ്റം വരുത്താൻ പാടില്ലാത്ത കാര്യങ്ങൾ മാറ്റം വരുത്താതെ അന്തസ്സായിട്ട് കുടുംബത്തിനെ കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറാവണം.